സുപ്രധാന വാർത്ത. തിരുനെൽവേലിയിൽ ആശുപത്രി മാലിന്യം തള്ളിയ കരാർ കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തി 3 വർഷത്തേക്കാണ് കരിമ്പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നത്. ശുചിത്വ മിഷനാണ് സൺ ഏജ് കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തിയത്. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നു. വിനയ, ഏറെ വിവാദം സൃഷ്ടിച്ച അല്ലെങ്കിൽ ഏറെ വിമർശനം ഉയർന്ന ഒരു സംഭവമായിരുന്നു. എന്തായാലും ആ ഒരു കമ്പനിയെ ഇപ്പോൾ കരിമ്പട്ടികയിൽപ്പെടുത്തിയിരിക്കുകയാണ്. തീർച്ചയായും കാളിദാസ്, എന്തായാലും ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു സംഭവം തന്നെയായിരുന്നു ഈ തിരുനെൽവേലിയിൽ കേരളത്തിൽ നിന്നുള്ള മാലിന്യം കൊണ്ടുപോയി തട്ടിയ സംഭവം എന്ന് പറയുന്നത്. ഇതിലാണിപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഈ കരാർ കമ്പനിയെ 3 വർഷത്തേക്ക് കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താനാണ് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഈ ശുചിത്വ മിഷനാണ് ഇത്തരത്തിൽ ഒരു ഉത്തരവിറക്കിയിരിക്കുന്നത്. കരാർ കമ്പനിയായ സണ്ണേജ് കമ്പനിയാണ് 3 വർഷത്തേക്ക് കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായും ഈ കരാർ ഏറ്റെടുത്ത ഈ സണ്ണേജ് കരാർ കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയതായി ശുചിത്വ മിഷനാണ് ഉത്തരവ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ നിന്നുള്ള മാലിന്യം തിരുനെൽവേലിയിൽ കൊണ്ടുപോയി തള്ളിയ സംഭവം അടക്കം വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. കേരളത്തിൽ തന്നെ ഒരുപക്ഷെ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയായി പിന്നീട് ഇത് മാറുകയായിരുന്നു. വലിയ ചർച്ചകൾക്കെല്ലാം തന്നെ സാക്ഷ്യം, അല്ലെങ്കിൽ വലിയ ചർച്ചകളടക്കം തന്നെ ഇതിനോടകം തന്നെ ഉണ്ടായ ഒരു സംഭവമായിരുന്നു. കൂടാതെ തന്നെ ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിനുള്ള നോഡൽ ഓഫീസറായ ശുചിത്വ മിഷൻ ഈ കമ്പനിക്ക് നേരത്തെ ഈ കാരണം കാണിക്കൽ നോട്ടീസ് അടക്കം അയച്ചിരുന്നു. പ്രധാനമായും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മാലിന്യം ഈ തിരുനെൽവേലിയിൽ കൊണ്ടുപോയി തള്ളിയതെന്നടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഒരു കാരണം കാണിക്കൽ നോട്ടീസ് അടക്കം അയച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ കരാർ കമ്പനി അതിന് മറുപടി നൽകാത്തൊരു പശ്ചാത്തലത്തിലാണ്, അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കരാർ കമ്പനിയെ ഈ കരിമ്പട്ടികയിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ തന്നെ ഈ ആശുപത്രി മാലിന്യം തമിഴ്നാട്ടിൽ തള്ളിയ സംഭവത്തിൽ ഈ അന്തർ സംസ്ഥാന തർക്കം ഉടലെടുക്കരുത് എന്നടക്കം തന്നെ വ്യക്തമാക്കിയിരുന്നു. ദേശീയ ഹരിത ട്രൈബ്യൂണൽ അടക്കം തന്നെ ഇത്തരത്തിൽ ഇതൊരു തർക്കമായി മാറരുത് എന്നടക്കം തന്നെ വ്യക്തമാക്കിയിരുന്നു. ഈ കേരളത്തിലും കഴിഞ്ഞ ദിവസം ഇതിനോടകം തന്നെ ഈ മാലിന്യം തള്ളിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നടക്കം തന്നെ ഈ ട്രൈബ്യൂണൽ ആവശ്യപ്പെട്ടിരുന്നു. ഈ മാലിന്യം തള്ളിയവർക്കെതിരെ നടപടി സ്വീകരിക്കണം. കൂടാതെ ഈ നടപടി സ്വീകരിച്ച് 2-നകം തന്നെ ഈ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നടക്കം തന്നെ കാണിച്ചുകൊണ്ടായിരുന്നു നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നത്, ഈ കമ്പനിക്ക് നോട്ടീസ് അയച്ചിരുന്നത്. എന്നാൽ അതിനൊന്നും മറുപടി നൽകാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഈ കമ്പനിയെ കരിമ്പട്ടികയിൽ 3 വർഷത്തേക്കാണ് ഇത്തരത്തിൽ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ തന്നെ എങ്ങനെയാണ് ഈ മാലിന്യം ചെക്ക് പോസ്റ്റ് വഴി കടന്നതെന്നടക്കം പരിശോധിക്കണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു. ഈ തമിഴ്നാടിനോടും ഇത്തരത്തിലൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത്, എങ്ങനെയാണ് ഈ മാലിന്യം ചെക്ക് പോസ്റ്റ് വഴി തമിഴ്നാട്ടിൽ എത്തിയതെന്നടക്കം തന്നെ ഈ കമ്പനിയോട് പ്രധാനമായും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ തിരുനെൽവേലിയിൽ ഉണ്ടായിരുന്ന കൊണ്ടാനഗരം, പളവൂർ, കോടനല്ലൂർ, മേലത്തടിയൂർ ഗ്രാമങ്ങളിലാണ് ഇത്തരത്തിൽ കേരളത്തിൽ നിന്നുള്ള ആശുപത്രി മാലിന്യം കൊണ്ടുപോയി തള്ളിയിരുന്നത്. ഒരുപക്ഷെ ഈ കൃഷി ഒന്നാകെ നശിച്ചു പോകാവുന്ന, അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള മാലിന്യങ്ങളാണ് ഇത്തരത്തിൽ കൊണ്ടുപോയി തള്ളിയിട്ടുണ്ടായിരുന്നത്. അത് വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. രാഷ്ട്രീയമായിട്ടുള്ള വലിയ ചർച്ചകൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ കേരളത്തിൽ തന്നെ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമായി തന്നെ മാറുകയായിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ നടപടി ശുചിത്വ മിഷന്റെ ഭാഗത്തു നിന്നും പ്രധാനമായും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും 3 വർഷത്തേക്കാണ് ഈ കരാർ കമ്പനിയായിട്ടുള്ള സണ്ണേജ് കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാളിദാസ്, എന്തായാലും വലിയ രീതിയിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ രീതിയിൽ വിവാദം ഉയർന്നിരുന്നു. കാരണം ഇവിടുന്ന് പോയ മെഡിക്കൽ മാലിന്യങ്ങൾ, ആ മാലിന്യങ്ങളിൽ രോഗികളുടെ പേരുവിവരങ്ങൾ വരെ ഉണ്ടായിരുന്നു, ആ മാലിന്യത്തിൽ ഉൾപ്പെട്ടിരുന്നു എന്നാണ് തമിഴ്നാട്ടിലെ പരിസ്ഥിതി പ്രവർത്തകരടക്കം ഈ ഒരു സംഭവത്തിന് പിന്നാലെ പറഞ്ഞിരുന്നത്. എന്തായാലും ഈ ഒരു കരിമ്പട്ടികയിൽ പെടുത്തൽ മാത്രമാകില്ല, കൂടുതൽ നടപടികളിലേക്കും, അല്ലെങ്കിൽ ശക്തമായ കർശനമായ നടപടികളിലേക്കും കേരള സർക്കാർ കടക്കും എന്ന് തന്നെ നമുക്ക് കരുതാം, അല്ലേ ഇനിയും വരും ദിവസങ്ങളിൽ? തീർച്ചയായും അതെന്തായാലും അത്തരത്തിൽ തന്നെ ആയിരിക്കും. അതിനോടകം തന്നെ ഇപ്പോൾ നമുക്കറിയാം, ഈ കേരളത്തിൽ നിന്നുള്ള ആശുപത്രി മാലിന്യമാണ് ഈ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി തള്ളിയിട്ടുണ്ടായിരുന്നത്. അത് വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഈ രോഗികളുടെ പേര് വിവരങ്ങൾ അടക്കമുള്ള ലിസ്റ്റുകൾ അടക്കം തന്നെ ഈ മാലിന്യത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും വലിയ വിവാദമായിരുന്നു. കൂടാതെ തന്നെ ഈ രാഷ്ട്രീയ വിഷയം തമിഴ്നാട്ടിലടക്കം ഇതൊരു രാഷ്ട്രീയ വിഷയമാവുകയടക്കം തന്നെ ചെയ്തിരുന്നു. കേരളത്തിന് അപമാനം, അല്ലെങ്കിൽ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമായി മാറി. കൂടാതെ തന്നെ ഈ പ്രധാനമായും ഈ ഒരു രാഷ്ട്രീയ, അല്ലെങ്കിൽ ഈ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നമായി ഇത് മാറരുത് എന്നടക്കം തന്നെ സർക്കാർ പ്രധാനമായും ആലോചിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ വിഷയമായി മാറരുത്. നമുക്കറിയാം, ഈ കേരളത്തിനോട് ഏറ്റവും അടുപ്പം പുലർത്തുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്.
ഇതുമൂലം ഈ ഒരു പ്രശ്നം മൂലം അല്ലെങ്കിൽ ഈ മാലിന്യം തള്ളിയ സംഭവം മൂലം തമിഴ്നാടുമായി മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകാൻ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഇതിന് എത്രയും പെട്ടെന്ന് കർശനമായിട്ടുള്ള ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും കർശനമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കുക തന്നെ ചെയ്യേണ്ടി വരും. അതിന്റെ ആദ്യ പടി എന്നോണമാണ് ഇത്തരത്തിൽ ശുചിത്വ മിഷന്റെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. അതും കരാർ കമ്പനിയായിട്ടുള്ള സണ്ണേജ് കമ്പനിക്കെതിരെയാണ് ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. കൂടാതെ തന്നെ ഈ തമിഴ്നാടിനോടും ഒരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഈ മാലിന്യം മാലിന്യം എങ്ങനെയാണ് തമിഴ്നാട്ടിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ചെക്ക് പോസ്റ്റ് വഴി മാലിന്യം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയത്, അതിനുള്ള അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒത്തുകളി ഉണ്ടോ എന്നതടക്കം തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. അതിനുശേഷം ഒരു തുടർ നടപടി സ്വീകരിക്കുന്നതാണ്. ഈ കമ്പനിയെ ഇപ്പോൾ നിലവിലുള്ള അല്ലെങ്കിൽ ശുചിത്വ മിഷന്റെ ഈ നിലവിൽ പറയുന്നതനുസരിച്ച് ഈ കരിമ്പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി കർശനമായിട്ടുള്ള മറ്റു നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. കൂടാതെ തന്നെ ഇനി കൂടുതൽ അറിയേണ്ടതുണ്ട് എങ്ങനെയാണ് ഈ ചെക്ക് പോസ്റ്റ് വഴി മാലിന്യം തമിഴ്നാട്ടിലേക്ക് എത്തിയത്, ഇതിനാരെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടോ എന്നതടക്കം തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഈ കരാർ കമ്പനിയായിട്ടുള്ള സണ്ണേജ് കമ്പനി ആരെങ്കിലും പിന്തുണച്ചിട്ടുണ്ടോ, സഹായം ചെയ്തിട്ടുണ്ടോ എന്നടക്കം തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ഇനി തുടർ നടപടികൾ എന്തായാലും സ്വീകരിക്കുകയുള്ളൂ. ഈ നിലവിൽ സർക്കാരിന്റെ ആദ്യ പടിയോണം എന്നോണമാണ് ശുചിത്വ മിഷന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും ഈ 3 വർഷത്തേക്ക് കരാർ കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാളിദാസ്. ശരി വിനയ.